ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു തിമിംഗലത്തിൻ്റെ അസ്ഥികൂടം ഞാൻ കണ്ടിരിക്കുകയാണ്. നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാം. എന്താ വെയിൽ ബോൺ ആണ് ഇത്. നമ്മുടെ തഞ്ചാവൂർ മ്യൂസിയത്തിൽ വെച്ചിട്ടുള്ള ആ ഒരു നീല തിമിംഗലത്തിൻ്റെ വലിയ ഒരു അസ്ഥികൂടമാണ്. അത് കാണാൻ പറ്റും. ബോൺസ് ഓഫ് വെയിലാണ്. അതായത് 955 കരയ്ക്കടിഞ്ഞ ഒരു തിമിംഗലത്തിൻ്റെ അസ്ഥികൂടമാണ് ഈ കാണുന്നത്. ആദ്യമായിട്ടാണ് ഇവിടെ ഇത്രയും വലിയൊരു അസ്ഥികൂടം. ഇതിൻ്റെ റിമൈനിങ്സ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. എന്താ ഇതെൻ്റെ റിബ്സാണ്. റിബ് കേജും കാര്യങ്ങളൊക്കെ കൊണ്ട് കുറേയൊക്കെ ഇതാ ഒടിഞ്ഞു പോയിട്ടുണ്ട്. കമ്പിയൊക്കെ വെച്ച് ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. ആൻഡ് ഇതതിൻ്റെ സ്പൈനിൻ്റെ എക്സ്റ്റൻഷൻ പോർഷൻസാണ്. അങ്ങ് അറ്റം വരെ കാണാൻ പറ്റും. സോ എന്താ പറയുക, ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. ലൈഫിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു തിമിംഗലത്തിൻ്റെ ഒരു സ്കെലിട്ടൺ കണ്ടിരിക്കുകയാണ്. അതാ അപ്പോൾ ഈ ഒരു തഞ്ചാവൂർ മ്യൂസിയത്തിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരുപാട് കാഴ്ചകൾ കാണാനായിട്ട് പറ്റും. തഞ്ചാവൂർ വരുന്ന ആൾക്കാർ ബൃഹദീശ്വര ക്ഷേത്രം മാത്രമല്ല, ഇവിടെ വന്നിട്ട് ഈ ഒരു മ്യൂസിയം കൂടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായി കാണാൻ പറ്റും തഞ്ചാവൂരിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു പഴയ ആ ഒരു തൂണും അതിൻ്റെ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ആ ഒരു തഞ്ചാവൂരിൻ്റെ പഴയ ചരിത്രങ്ങൾ നമുക്ക് മുന്നിലേക്ക് വിളിച്ച് പറയുന്ന ഒരുപാട് കാഴ്ചകൾ, ആർട്ട് ഗാലറിയും അതുപോലെ ദർബാർ ഹാളും ടെറസാണ് ഇവിടുത്തെ. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ പറ്റും. സോ ഇപ്പോൾ തഞ്ചാവൂർ വരുന്ന ആൾക്കാർ ഇവിടെ കൂടെ വിസിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ മ്യൂസിയത്തിൻ്റെയൊക്കെ ഡീറ്റെയിൽ വ്ളോഗ് ഞാനായിട്ട് യൂട്യൂബ് ചാനൽ സോളോ ട്രാവൽ ഡയറീസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്ത് രസമെന്ന് നോക്കിയാൽ ആ ഒരു വൈകുന്നേരത്തെ ആ ഒരു പാലസിൻ്റെ ടെറസിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. ആ ഒരു തഞ്ചാവൂരിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു കൺസ്ട്രക്ഷൻസൊക്കെ നോക്കിയേ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇവിടെ കൂടെ ഒന്ന് സന്ദർശിക്കുക.